സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പമ്പാ നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. പലയിടത്തും മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന്, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്, ആൻമരിയ സണ്ണി എറണാകുളത്ത് നിന്ന്, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. ആദ്യം പോകുന്നത് ടോബി ജോൺസണിലേക്കാണ്. ടോബി, കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. അപ്പോൾ മീനച്ചിലാറിലൊക്കെ വെള്ളം നിറഞ്ഞ് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന വാർത്തയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ അവസ്ഥ എന്താണ്? ചെങ്ങളം പോലെയൊക്കെയുള്ള ഭാഗങ്ങളിൽ അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങളത്താണ്. പടിഞ്ഞാറൻ മേഖലയിൽ മഴക്കെടുതി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. വലിയ തോതിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു. നമ്മൾ ഇന്നലെയൊക്കെ നിന്നത് ഇല്ലിക്കൽ പോലെയുള്ള പ്രദേശമാണെങ്കിൽ അവിടെ നിന്നും ഇപ്പോൾ ചെങ്ങളത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചെങ്ങളത്തെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ചെങ്ങളത്തെ 1-ാം വാർഡിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി വീടുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. ആ പ്രദേശത്തെല്ലാം തന്നെ, വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, അപ്പുറത്ത് വെള്ളം കയറിയ ഒരു വീട്ടിൽ നിന്നും കുട്ടികളെയൊക്കെ അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ്, വെള്ളത്തിൽ പോയി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴുന്നില്ല, അത് അതേപടി നിൽക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. അതാണ് പ്രശ്നം. ചേട്ടാ, ഇവിടെ സ്ഥിരമായി വെള്ളം കയറാറുണ്ട്? 6 മാസത്തെ സുഖമേ ഉള്ളൂ. ഞങ്ങൾ 6 മാസത്തിന് ശേഷം ഞങ്ങൾ വെള്ളത്താൽ ഒറ്റപ്പെട്ട് പെരയ്ക്കകത്ത് വെള്ളം കയറും. വള്ളത്തെ മാത്രമേ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും വല്ല ക്യാമ്പോ വല്ലതും തുടങ്ങിയാൽ ഞങ്ങൾ അങ്ങോട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കാട്ടിലൊക്കെ പൊക്കിയിട്ട് ഇവിടെയൊക്കെ. അപ്പുറത്ത് കൂടുതൽ വീടുകളുണ്ട്, ഈ വെള്ളം കൂടുതൽ വീടുകളുണ്ട്. ഇത് കൂടുതൽ വെള്ളങ്ങളാണ് അവിടെ. ഇവിടെ അവർക്ക് അരയറ്റം വെള്ളത്തോളം അവിടെ ഉണ്ട്. അവർക്ക് ഒരു വിധത്തിലും അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആൾക്കാർ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ പ്രശ്നമില്ല. ഇത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട് നമ്മൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഇത്ര വെള്ളം, അരയറ്റം വെള്ളം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതെല്ലാം റെഡിയാക്കിയത്. അതുകൊണ്ട് വെള്ളം മൊത്തത്തിൽ വെള്ളമായി പോകത്തില്ല. ഇപ്പം കൂടുതൽ 4 ദിവസമായതേ ഉള്ളൂ മഴ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് ഇവിടെ പോയിട്ടുണ്ട് കാര്യങ്ങളല്ലേ? ഇവിടെ തിരുവാർപ്പ് പഞ്ചായത്തിൽ 1-ാം വാർഡാണിത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന സ്ഥലമാണ്. കാരണം ഇവിടുന്ന് ചുറ്റുമുള്ള പാടത്തിന്റെ നടുക്കുള്ള കുറേ വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പാടത്ത് കൃഷിയില്ല, വർഷമായ കൃഷിയില്ല. അപ്പം പെട്ടെന്ന് മഴ പെയ്ത് നിറയുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിന് നമ്മളിതുപോലെ വലിയ ക്യാമ്പ് വീടുകളിലാണ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഒരു ആവശ്യമുണ്ടോ? തുടങ്ങേണ്ട ഒരു ആവശ്യം? ക്യാമ്പ് ഉടനെ വേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു വെള്ളത്തിന്റെ വരവാണ് കാണുന്നത്. പ്രദേശത്ത് എത്ര വീടുകൾ? ശരി, ഈ പ്രദേശത്ത് ഈ കാണുന്ന വാർഡിലാണോ അതോ ഈ പ്രദേശത്ത് ഏതാണ്ട് ഇവിടെ തന്നെ 10-25 വീടോളം ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഈ അനുജ, ഈ ചെങ്ങളം ഭാഗത്തൊക്കെ ക്യാമ്പ് തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. പടിഞ്ഞാറൻ മേഖലകളൊക്കെ വെള്ളത്തിലാണ്. ചെങ്ങളത്തു നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്.